ബെസ്റ്റ് ഫ്രണ്ടിന് കുട്ടി ഉണ്ടായി. കുട്ടിക്ക് 4 മാസം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ആ കുട്ടീനെ ഒന്ന് കാണാൻ പോകുന്നത്. ഞാൻ മാത്രല്ല കേട്ടോ, കോളേജിലുണ്ടായിരുന്ന ഒരു ഇതാരും പോയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ലേറ്റായ ആ കുട്ടിക്ക് 1 വയസ്സായിട്ട് പോയാൽ മതി എന്നാണ് അരുണിയുടെ അമ്മയും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയത്. ഞാൻ ആദ്യം തന്നെ അരുണിയുടെ വീട്ടിലെത്തി അരുണീനെ എടുത്തിട്ട് നേരെ പോയിട്ടോ. വഴി അറിയാത്തതുകൊണ്ട് തന്നെ തീരെ വഴി തെറ്റിയിട്ടില്ല. ഈ പോക്ക് നേരെ പോയിരുന്നെങ്കിൽ അവർ രണ്ടുപേരും പാടത്ത് കിടന്നേനെ. അങ്ങനെ വഴി കുറച്ചൊന്ന് ചുറ്റിച്ചിട്ടാണെങ്കിലും അവസാനം ഞങ്ങൾ ഇതാ ജംസിയുടെ വീട്ടിലെത്തി. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്തൊരു വഴിയാണ് അവളുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ചെന്ന വഴിക്ക് ചെക്കൻ കിടന്ന് ഉറങ്ങാണെങ്കിലും പിന്നെ എണീച്ചു കേട്ടോ. പിന്നെ അതാ എനിക്ക് കുട്ടികളെടുക്കാൻ ഭയങ്കര പേടിയാണെങ്കിലും കുട്ടീനെ എടുക്കാനുള്ളൊരു ത്വര കാരണം ഞാൻ എടുത്തിരിക്കണം. ആ ഒരു പേടിന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജംസിയുടെ ഉമ്മ അതാ ജ്യൂസ് ഒക്കെ ഇട്ട് വന്നു കേട്ടോ. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ് ആണ് ഈ കാണുന്നത്. അടുത്തത് അരുണിയാണ്. അവക്കും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളെടുക്കാൻ പേടിയാണ്. പിന്നെ കുട്ടീനെ കാണാൻ പോയിട്ട് കുട്ടീനെ എടുക്കാതെ പോരുന്ന മോശമല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും ജംസിയുടെ ഉമ്മ അതാ പലഹാരങ്ങളൊക്കെ ഇട്ട് വന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ യാത്ര പറയാണ്. കുട്ടിയുടെ മുഖം കണ്ടറിയാം ഈ പറ്റങ്ങളൊക്കെ ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ എന്നുള്ള എക്സ്പ്രഷനാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞതാ ജംസിയുടെ അടുത്തും യാത്ര പറഞ്ഞു. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കണമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഇതാ ഷാരൂഖിന്റെ വ്ളോഗ് കണ്ട് പേടിച്ചു കൊടുക്കുന്നതാണ് ആ കാണുന്നത്. എന്നിട്ട് നേരെ പോയത് ഇതാ വട്ടംകുളത്തേക്കാണ്. വേറെ ഒന്നിനുമല്ല, ഷാരൂഖിന് ജോലി കിട്ടിയിട്ടും അതുപോലെ ഇതാ സുദർശന് ജോലി കിട്ടിയിട്ടും ഞങ്ങൾക്ക് ചിലവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരൂഖിന്റെ ചിലവാണ് ഇരിക്കുന്ന ബബ്ലി, അതുപോലെ സുദർശന്റെ ചിലവായിരുന്നു ഷവർമ്മ. അങ്ങനെ കനത്ത പോളിങ്ങിന് ശേഷം നേരെ പോയത് സുഡുവിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ പോണ വഴിക്ക് ദിനേശിനെയും കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ പോണത്. ഈ കാണുന്നവരൊക്കെ എൻ്റെ കൂടെ ഡിഗ്രിയിൽ കൂടെ പഠിച്ചിരുന്നവരാട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദിനേശ് എത്തി. നേരെ പോയത് സുഡുവിന്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. ആ കാണുന്നത് അവിടുത്തെ പെറ്റാട്ടോ. അത് കഴിഞ്ഞതാ സുഡുവിന്റെ വീട്ടിലെത്തി. അവന്റെ ഓലയിൽ ചാർജ് ഇല്ല പറഞ്ഞിട്ട് അത് കുത്തിവെക്കാൻ വന്നതാണ്. അങ്ങനെ അതും കുത്തിവെച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോന്നു. ആദ്യം അരുണീനെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോരാണ്. പരിപാടി എന്താണെന്നുള്ളതൊക്കെ ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതാണ്. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.